ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ നമുക്ക് നനച്ചുള്ളിപ്പണി കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ല, അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ടാകുമ്പോൾ വേഗം പണികളൊക്കെ കഴിയുമല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് ജനൽ ഇതൊക്കെ മാറാലൊക്കെ തട്ടാം. അപ്പോൾ ഫ്രണ്ട്സ്, ജനലും ഇതൊക്കെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടോ. പക്ഷെ ഇതാ ഒക്കെ കിടത്തം കണ്ടുകഴിഞ്ഞാൽ ഇതൊക്കെ ഒതുക്കി വെച്ച് മാറാലൊക്കെ തട്ടൽ കഴിഞ്ഞാൽ ഇതൊക്കെ ക്ലീനാക്കണം. അപ്പം ഇനി ക്ലീനാക്കിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ജനലൊക്കെ തുടക്കൽ കഴിഞ്ഞിട്ടോ, ഒക്കെ ക്ലീനാക്കി ഇനി എല്ലാം തുടക്കാൻ പോവാണ്. പിന്നെ ഈ റൂമിലും ഒക്കെ ഒതുക്കി വെച്ച് മര തട്ടലൊക്കെ കഴിഞ്ഞു കേട്ടോ. ജനലൊക്കെ തുടക്കൽ കഴിഞ്ഞു. ഇനി വാതിലും നിലൊക്കെ തുടക്കണം. പിന്നെ ഇതാ ഇനി ഇതൊന്ന് ക്ലീനാക്കാണ്ട് കേട്ടോ. ട്രോഫികളൊക്കെ ഒന്ന് എടുത്തിട്ട് ഒന്ന് തുടച്ച് വെക്കാണ്ട്. പിന്നെ കാണാം. പിന്നെ അടുക്കളുടെ ഉള്ളിലാണ് ബാക്കിയുള്ള പണിയൊക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, തോനെ തീരുമാനമൊക്കെ ഇട്ടോ. ഇന്നലെ അലക്കാൻ പറ്റിയില്ല. ഇന്നലെ ഹോസ്പിറ്റലിൽ പോയ കാരണം അലക്കാൻ പറ്റിയില്ല. കാരണം തോനെ തീരുമാനം. അപ്പോൾ ഇതൊക്കെ ആദ്യം സോപ്പും പൊടിയിലൊക്കെ ഒന്ന് മുക്കി വെക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ തിരുമ്പാൻ പോകട്ടോ. അപ്പോൾ തിരുമ്പാൻ പോകുമ്പോൾ കാണിച്ചു തരട്ടോ. തിരുമ്പാൻ പോകുമ്പോൾ ഉണ്ടോ മീയക്കുട്ടി ഉണ്ടാവും. താഴ്ത്തിട്ടാണ് തിരുമ്പാൻ പോണത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി ക്ലീൻ ചെയ്യാൻ പോകുന്നത് അവിടേക്ക് കേട്ടോ. കുട്ടികളുടെ ട്രോഫി ഇതൊക്കെ എടുത്തിട്ടൊന്ന് തുടച്ച് ക്ലീനാക്കി വെക്കാം. അപ്പോൾ കണ്ടൊക്കെ ക്ലീനാക്കിയിട്ടോ. ഇനി നമുക്ക് തുടച്ചിട്ട് വെക്കാം. ഒക്കെ ക്ലീനാക്കിയിട്ടോ. ഇതൊക്കെ ക്ലീനാക്കി തുടച്ച് വെച്ചു. പിന്നെ ഈ പണി കഴിഞ്ഞു. ഇത് സംസം വെള്ളം കേട്ടോ. അത് ഉമ്മർക്ക് പോയിട്ട് കൊണ്ടുപോകാം. ഇനി നമുക്ക് അടുക്കളയിൽ ഇട്ടിട്ടോ. കുറച്ച് അരി അടുപ്പത്തിട്ടിട്ടോ. ഇതാ മാന്തർ കൊടുന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് മാന്തർ നന്നാക്കി ചാറ് വെക്കണം. അപ്പോൾ അത് ചെയ്യട്ടെ ഇനി. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനി മീൻ കായം തേക്കാൻ പോവുകയാണ്. അപ്പോൾ അതാ മീൻ മസാല തേച്ച് വെച്ചിട്ടോ. ഇനി കറി വെക്കട്ടെ. പണീൻ്റെ ഇടയിൽ അതൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ ഫ്രണ്ട്സ്, കണ്ടോ മീൻ കറിയായി. വറക്കലൊക്കെ കഴിഞ്ഞിട്ടോ. എന്താ ചോറായി. വീന്നനൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അടുക്കളയിലൊക്കെ ഒന്ന് ഒതുക്കണം കേട്ടോ. ഞാൻ അതൊക്കെ ചെയ്യട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, കണ്ടാ സ്റ്റാൻഡൊക്കെ തട്ടി തുടച്ച് വൃത്തിയാക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, എന്താ ഒക്കെ കഴിഞ്ഞിട്ടോ. കടക്കി പെറുക്കിയൊക്കെ ഒതുക്കി വെച്ച് വീതനൊക്കെ വൃത്തിയാക്കി മാറലൊക്കെ തട്ടി എല്ലാം കഴിഞ്ഞു. അടുക്കളത്തെ ഫുള്ളായിട്ടോ. ഇനിയൊരു പണിയുള്ളത് ഫ്രിഡ്ജിൻ്റെ ഉള്ളൊന്ന് ക്ലീനാക്കണം. പിന്നെ കണ്ടോ സ്റ്റാൻഡിൽ തുണികളൊക്കെ പെരിഞ്ഞെടുക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് ഒതുക്കണം.
കസാരകളൊക്കെ കഴുകണം. അഞ്ഞ ടേബിളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ് കസാലകളൊക്കെ കഴുകി കഴിഞ്ഞു. ഇതാ സുൽത്താന ടേബിൾ കഴുകുന്നു. കണ്ട കളിക്കുകയും ചെയ്യുക കഴുകുകയും ചെയ്യുക കേട്ടോ. മക്കളൊക്കെ ഒപ്പം ഹെൽപ്പ് ചെയ്യാനുണ്ട്. അയ്യോ അങ്ങനെ ഫ്രണ്ട്സ് ഇതാ കസാലൊക്കെ ടേബിളൊക്കെ കഴുകിയിട്ടോ. കസാലൊക്കെ ഒന്ന് അതിന് ഫിറ്റാക്കണം. ഞാൻ പണിയൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ചുകൂടിയും പണിയുള്ളൂ കേട്ടോ. അത് ഞാൻ നഴ്സറി പണി കഴിഞ്ഞു. ഫ്രണ്ട്സ് ഇനി ഡ്രസ്സുകളൊക്കെ ഇനി ഇവിടെ നിന്ന് ഒതുക്കി വെക്കണം കേട്ടോ. ഇനി ഇത് ഒതുക്കി വെച്ചിട്ട് കാണാം. ഫ്രണ്ട്സ് അങ്ങനെ അതും ഒതുക്കൽ കഴിഞ്ഞിട്ടോ. ഫ്രണ്ട്സ് നഴ്സറി പണി മൊത്തം കഴിഞ്ഞിട്ടോ. സ്റ്റെപ്പൊക്കെ ഇവിടെയൊക്കെ എന്തും തുടക്കുന്നതാണ്. സ്റ്റെപ്പൊക്കെ ആഴ്ച 3 ദിവസം കൂടുമ്പൊക്കെ തുറക്കും കേട്ടോ. ഒക്കെ തുടച്ച് ക്ലീനാക്കി